നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദുരിതമനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങ്. കോർപ്പറേഷൻ ധനസഹായ വിതരണം നടന്നു. വിതരണം ചെയ്തത് 5,49,500 രൂപയുടെ സഹായധനം. കരുതലും കൈത്താങ്ങുമായി സർക്കാർ. ലഭിച്ചത് 5,143 പരാതികൾ. മുഴുവൻ പരാതികളിൽ മേലും ഓഗസ്റ്റ് 15-നകം തീരുമാനമെന്ന് മന്ത്രി രാധാകൃഷ്ണൻ. ഏക സിവിൽ കോഡ്. RSS വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടെന്ന് EP ജയരാജൻ. ആശങ്ക അകറ്റാനുള്ള ശ്രമം CPM നടത്തുമെന്നും ദേശീയ സെമിനാറിൽ ഏവർക്കും സ്വാഗതമെന്നും EP. വാർത്തകൾ വിശദമായി. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മാരകരോഗം കൊണ്ടും മറ്റും കഷ്ടത അനുഭവിക്കുന്നവർക്കായി നൽകുന്ന ധനസഹായ വിതരണം നടന്നു. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ K. ഷബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. 56 പേർക്കായി ആകെ 5,49,500 രൂപയുടെ സഹായമാണ് ഇന്ന് വിതരണം ചെയ്തത്. എടുത്തുകൊണ്ട് നടത്തുമ്പോൾ ഉദാഹരണത്തിന് പല വിധത്തിൽ നമ്മളെ സഹായിക്കും. ആ സഹായങ്ങൾ ഏറ്റുവാങ്ങി അത് അർഹരായ ആളുകൾക്ക് കൊടുക്കുക എന്നൊരു ദൗത്യം നമ്മൾ നിർവഹിക്കാറുണ്ട്. ആരംഭഘട്ടത്തിലൊക്കെ കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയായാലും കഴിഞ്ഞ കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ആകെ 313 പേർക്ക് 27.50 ലക്ഷം രൂപയുടെ ധനസഹായമാണ് നൽകിക്കഴിഞ്ഞത്. ചടങ്ങിൽ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P. ഷമീമ ടീച്ചർ, അഡ്വക്കേറ്റ് P. ഇന്ദിര, കൗൺസിലർമാരായ KP അബ്ദുൾ റസാഖ്, ET സാവിത്രി, K. സുരേഷ്, C. സുനീഷ, അഡ്വക്കേറ്റ് ചിത്തിര ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. +2 വിഷയത്തിൽ ഇടതു സർക്കാരിന്റെ മലബാറിനോടുള്ള അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. തളിപ്പറമ്പ് സൗത്ത് AEO ഓഫീസിനു മുന്നിൽ മുസ്ലിം ലീഗ് നടത്തുന്ന ഉപരോധ സമരം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി PK സുബൈർ ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പ് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കൊടിപ്പോയിൽ മുസ്തഫ അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന സെക്രട്ടറി റുമൈസ റഫീഖ് മുഖ്യ പ്രഭാഷണം നടത്തി. TV അസൈനർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. CK മഹമ്മൂദ്, ഷംസീർ മയിൽ, മുഹമ്മദ് TP, MK കുഞ്ഞഹമ്മദ് കുട്ടി, M അബ്ദുൾ അസീസ് പാമ്പുരത്തി, PK ഷംസുദ്ദീൻ, ഹാഷിം ഇളമ്പയിൽ, മൻസൂർ പാമ്പുരത്തി, ജാബിർ പാട്ടയം, മൊയ്തീൻ മയിൽ എന്നിവർ സംസാരിച്ചു. കരുതലും കൈത്താങ്ങും അദാലത്തിന്റെ തുടർച്ചയായി ഉദ്യോഗസ്ഥ യോഗം ചേർന്നു. താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലഭിച്ച പരാതികളിൽ തീർപ്പ് കൽപ്പിക്കാനായവ മുഴുവൻ പരിശോധിച്ച് വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. മറ്റുള്ളവ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ടെന്നും കളക്ടർ S. ചന്ദ്രശേഖർ IAS പറഞ്ഞു. താലൂക്ക് അദാലത്ത് നടത്തിയ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയ പരാതികൾ 1,588 മൊത്തം 5,141 പരാതികളാണ് മൊത്തം നമുക്ക് ലഭിച്ചത്. അപ്പൊ അതിന് നമുക്ക് പറയാൻ പരാതികൾ നമ്മൾ അദാലത്തിന്റെ പരിഗണനയ്ക്കായി എടുത്തത് 1,888 ആ പരാതികളിൽ 549 പരാതികൾ അന്ന് തന്നെ അദാലത്ത് ദിവസം തന്നെ നമ്മൾ തീർപ്പാക്കിയിരുന്നു. ബാക്കി 1,333 പരാതികൾ തുടർ നടപടികൾക്കായി വിവിധ വകുപ്പുകൾക്ക് നമ്മൾ അയച്ചു തന്നിരുന്നു. അദാലത്തിൽ വന്ന പരാതികളിൽ താൽക്കാലിക ആശ്വാസം നൽകുകയല്ല ചെയ്യുന്നത്, പരാതിയിൽ ശാശ്വത പരിഹാരമാണ് നിർദ്ദേശിക്കുന്നത്. ജില്ലാ തലത്തിൽ പരിഹരിക്കാനാവാത്തവ സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞു. ജില്ലാ തലത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതും അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ പ്രത്യേകമായ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന പരാതികൾ നമ്മുടെ കൈവശമുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവിലൂടെ പരിഹരിക്കേണ്ട പരാതികൾ ഏതാണ് എന്നും ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 54ഓളം പരാതികൾ അത് ജില്ലാ തലത്തിൽ പരിഹരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നിലവിലുള്ള നിയമം അല്ലെങ്കിൽ കാര്യങ്ങളിലൂടെ കടമപായ പരിഹരിക്കാൻ കഴിയില്ല. താലൂക്ക് ആസ്ഥാനങ്ങളിൽ സംഘടിപ്പിച്ച കരുതലും കൈത്താങ്ങും അദാലത്തിന്റെ തുടർച്ചയായി അദാലത്തിൽ ലഭിച്ചതും ജില്ലാതലത്തിൽ തീർപ്പാക്കാനായി മാറ്റിവെച്ചതുമായ പരാതികൾ തീർപ്പാക്കാനായി ഉദ്യോഗസ്ഥതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് കണ്ണൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ പരാതി പരിഹാര അദാലത്ത് നടന്നത്.
ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദുരിതമനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങ്. കോർപ്പറേഷൻ ധനസഹായ വിതരണം നടന്നു. വിതരണം ചെയ്തത് 5,49,500 രൂപയുടെ സഹായധനം. കരുതലും കൈത്താങ്ങുമായി സർക്കാർ. ലഭിച്ചത് 5,143 പരാതികൾ. മുഴുവൻ പരാതികളിൽ മേലും ഓഗസ്റ്റ് 15-നകം തീരുമാനമെന്ന് മന്ത്രി രാധാകൃഷ്ണൻ. ഏക സിവിൽ കോഡ്. RSS വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടെന്ന് EP ജയരാജൻ. ആശങ്ക അകറ്റാനുള്ള ശ്രമം CPM നടത്തുമെന്നും ദേശീയ സെമിനാറിൽ ഏവർക്കും സ്വാഗതമെന്നും EP. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITD-യിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITD-യുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wainard Village Resort. Touch your inner soul. Be at ease with yourself. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായ പോരാട്ടമാണ് അംഗൻവാടി ജീവനക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്തോ ദേശീയ തലത്തിൽ പാർലമെന്റിന്റെ മുന്നിൽ നിങ്ങൾ സമരം സംഘടിപ്പിച്ചോ, സമരം സംഘടിപ്പിച്ചോ. സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്യേണ്ട കാര്യം വെച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ നിങ്ങൾ സമരം സംഘടിപ്പിച്ചു. ആ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുപോകുമോ? അങ്കണവാടി പ്രവർത്തകരോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, കേന്ദ്ര പെൻഷൻ അനുവദിക്കുക, ആരോഗ്യ ഇൻഷുറൻസ്, ESI, PF എന്നിവ അനുവദിക്കുക, ICDCS-നെ ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം.
അംഗനവാടി ഹെൽപ്പേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ CITU ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കരിദിനം ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K. ശ്രീജകുമാരി അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി KV ഭവാനി, സംസ്ഥാന പ്രസിഡന്റ് മേരി ജോബ്, CITU ജില്ലാ സെക്രട്ടറി K. അശോകൻ, M. അനിത, V. പ്രസന്ന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഏകീകൃത സിവിൽ കോഡിലൂടെ രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് RSS ലക്ഷ്യമിടുന്നത് എന്ന് LDF കൺവീനർ EP ജയരാജൻ. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പലവിധ നിയമങ്ങൾ കൊണ്ടുവന്ന് RSS വർഗീയമായ ചേരിതിരിവിന് ആക്കം കൂട്ടുന്നുവെന്ന് EP ജയരാജൻ. ഏക സിവിൽ കോഡിനെ ചൊല്ലി പല വിഭാഗങ്ങൾക്കും ഉത്കണ്ഠയുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കേരളീയ ജനത ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അങ്ങനെ നിന്നാൽ ഏകീകൃത സിവിൽ കോഡിൽ RSSന്റെ അജണ്ടയ്ക്ക് കനത്ത താക്കീത് നൽകാനാകുമെന്നും EP പറഞ്ഞു. അത്തരമൊരു സാഹചര്യം ഉണ്ടാകാനാണ് CPM ശ്രമിക്കുന്നത്. അതിനാണ് ഈ മാസം 15-ന് കോഴിക്കോട്ട് ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത്. അതിൽ എല്ലാവരും സഹകരിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ മതരാഷ്ട്രീയവാദികളായ RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും വിളിച്ചിട്ടില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കാനുള്ള BJPയുടെ ഒരു രാഷ്ട്രീയ കുതന്ത്രമാണ്, അടവാണ് അവരിപ്പോൾ പ്രയോഗിച്ചിട്ടുള്ളത്. ഏകീകൃത സിവിൽ കോഡ് ജനങ്ങളിലാകെ ഉത്കണ്ഠയും ഭയവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കേരള സമൂഹം ആകെ ഒന്നിച്ചു നിന്നാൽ അത് ഏകീകൃത സിവിൽ കോഡ് എന്ന RSS അജണ്ടയ്ക്ക് കടുത്ത താക്കീതായിരിക്കും. RSSും ജമാഅത്തെ ഇസ്ലാമിയും മതരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി നയങ്ങളും പരിപാടികളും ആവിഷ്കരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവരെ ഇത്തരമൊരു സെമിനാറിലേക്ക് ക്ഷണിക്കുന്നത് അതിൻ്റെ സന്ദേശത്തോട് കാണിക്കുന്ന നിഷേധമായിരിക്കും. ഏക സിവിൽ കോഡ് വിഷയത്തിൽ CPM സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കില്ലെന്ന ലീഗിന്റെ തീരുമാനം ഉചിതമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP. ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് ഒരിക്കലും UDF വിട്ടുപോകില്ല. ലീഗ് മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ്. മുന്നണിയുടെ സൃഷ്ടിയിൽ ലീഗിനും നിർണായക റോളുണ്ട് എന്നും സുധാകരൻ പറഞ്ഞു. മുസ്ലിം ലീഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുള്ള കേരള രാഷ്ട്രീയത്തിലെ ബന്ധം എല്ലാ ആളുകൾക്കും അറിയാം. ഒരു പ്രശ്നത്തോട് മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് ഒരേപോലെ പ്രതികരിക്കുന്നു എന്നതാണ് അതിൻ്റെ വ്യക്തത. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായൊരു തീരുമാനമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ഒരിക്കലും മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിട്ടുപോകില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ഈ മുന്നണി സംവിധാനത്തിൻ്റെ സൂത്രധാരകരിൽ ഒരു പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ വിചാരങ്ങൾ എന്നും ഉൾക്കൊണ്ടേ കോൺഗ്രസ് പോയിട്ടുള്ളൂ. നാളെയും അതുപോലെ ഞങ്ങൾ പോവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യം. ലീഗ് CPMന്റെ സെമിനാറിൽ പങ്കെടുക്കില്ല എന്നത് സന്തോഷം നൽകുന്നതാണ്. ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാട് എല്ലാ വിഷയത്തിലും യോജിച്ചു പോകുന്നു എന്നതാണ് നമ്മുടെ കരുത്ത്. ലീഗിൻ്റെ വികാരങ്ങൾക്കൊപ്പം എല്ലായ്പ്പോഴും കോൺഗ്രസ് നിന്നിട്ടുണ്ട്. അത് നാളെയും അങ്ങനെ ആയിരിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി. കുറുക്കൻ്റെ പോളിസിയാണ് ഏക സിവിൽ കോഡിൽ CPM എടുത്തതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. അതൊരു കുറുക്കൻ്റെ പോളിസിയല്ലേ? CPMനെ സംബന്ധിച്ചിടത്തോളം അതൊരു അനിവാര്യതയാണ്. മുസ്ലിം ലീഗിനെയും ഞങ്ങളെയും അകറ്റുക എന്നത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അത് അവർ ചെയ്യും. അതുകൊണ്ട് അതിൽ ആ കെണിയിൽ പോയി വീഴാതിരുന്നു എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ ഈ തീരുമാനം കൊണ്ട് വ്യക്തത ആക്കുന്നത്. അതുകൊണ്ട് വളരെയേറെ സന്തോഷം, സ്വാഗതാർഹം. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ പരിവാറും സംയുക്തമായി കണ്ണൂർ താലൂക്കിലെ ഭിന്നശേഷി കുട്ടികൾക്ക് ആധാർ പുതുക്കലും മാസ്റ്ററിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ ഹോമിയോ ആശുപത്രിക്ക് സമീപമുള്ള സ്ഥാപനങ്ങളിലായിരുന്നു ക്യാമ്പ്. പരിവാർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് P. മുരളീധരൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി T. ഷബീൻ, ജില്ലാ ട്രഷറർ MK ഹരീഷ്, പാരാലീഗൽ വളണ്ടിയർമാരായ പുഷ്പരാജ്, BK ഉല്ലാസ്, CM സുമേഷ്, അധ്യാപികമാരായ സുജാത S, സുധ A എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സിൽവർ ജൂബിലി ക്യാഷ് അവാർഡ് വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇന്ന് പൊതുവിദ്യാഭ്യാസത്തിന് ഇത്രയൊരു പ്രയോറിറ്റി കൊടുക്കുന്നതിൽ ഒരു സംസ്ഥാനം. രാജ്യത്തിൽ വേറെ ഒന്നുമില്ല ഇന്ന്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പ്രൈവറ്റ് മേഖലയിലാണ് കൂടുതൽ വളർച്ചയുള്ളത്, ഉന്നത വിദ്യാഭ്യാസത്തിലും.
കേരളത്തിൽ മാത്രമേ ഉള്ളൂ കുട്ടികളെ പ്രൈവറ്റ് സ്കൂളിൽ വിട്ടിട്ട് സർക്കാർ സ്കൂളിലേക്ക് മാറി വരുന്നത്. ബാങ്ക് പ്രവർത്തന പരിധിയിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവർക്കുള്ള സിൽവർ ജൂബിലി ക്യാഷ് അവാർഡ് വിതരണവും ബാങ്കിലെ ജീവനക്കാരുടെ മക്കളിൽ മികച്ച വിജയം നേടുന്നവർക്കായി ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡ് വിതരണവുമാണ് നടന്നത്. താണ സാധു കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങിന് ചൊവ്വ ബാങ്ക് പ്രസിഡന്റ് OP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MK മുരളി, മൃദുല MK സൈബുന്നീസ, CM പത്മജ, PK രത്നാകരൻ മാസ്റ്റർ, M ഉണ്ണികൃഷ്ണൻ, KV അജിത്ത്, PV അനുപമ, PT ലതിക തുടങ്ങിയവർ സംബന്ധിച്ചു. ഡിവൈഎഫ്ഐ ബാലസംഘം താവ യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ SLC +2 വിജയികളെയും ജില്ലാതല തൈക്കോണ്ടോ ചാമ്പ്യൻ, ഡിഗ്രി റാങ്ക് ഹോൾഡർമാർ എന്നിവരെയും അനുമോദിച്ചു. പരിപാടി ഡിവൈഎഫ്ഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ബാലസംഘം ജില്ലാ ജോയിന്റ് കൺവീനറുമായ T സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ സന്ദീപ് താവം, ജിജിൻ, വിഷ്ണു, നവ്യ, സംഗീത തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി അറിയിപ്പ്. കുറ്റിയാട്ടൂർ 14ാം പഞ്ചവത്സര പദ്ധതി 2022 മുതൽ 2027 ഭാഗമായി വാർഷിക പദ്ധതി 2023-24 വ്യക്തിഗത ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഫോറം ജൂലൈ 11 1-ാം വാർഡിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യും. രാവിലെ 10 മണിക്ക് കാവു ഹാജി പീടിക, 11 മണിക്ക് പഴശ്ശി പൊതുജന വായനശാല, 12 മണിക്ക് പഴശ്ശി സ്കൂളിന് സമീപം, 2 മണിക്ക് റെഡ് സ്റ്റാർ ക്ലബ്ബ്. അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് ജൂലൈ 20 വൈകുന്നേരം 3:30 പഴശ്ശി സ്കൂളിൽ നടക്കുന്ന ഗ്രാമസഭയിൽ എത്തിക്കണമെന്ന് വാർഡ് മെമ്പർ യൂസഫ് പാലക്കൽ അറിയിച്ചു. വനം വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഈ വർഷത്തെ ജില്ലയിലെ കാവുകൾക്ക് ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട ഫോറത്തിലുള്ള അപേക്ഷ കാവിന്റെ ഉടമസ്ഥരിൽ നിന്നും ജൂലൈ 31 അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, കണ്ണോത്തുംചാൽ താണ, PO കണ്ണൂർ എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫോറം വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ forest.kerala.gov.in ലഭിക്കും. ഫോൺ നമ്പർ 0497270510 8547603826. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും ചേർന്ന് 15-ന് പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ തൊഴിൽമേള നടത്തും. രജിസ്റ്റർ ചെയ്യാൻ 0497270761 6282942066 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കുടിശ്ശികയായി റവന്യൂ റിക്കവറിയിലേക്ക് മാറ്റിയ അക്കൗണ്ടുകൾ പലിശ ഇളവോടെ ഒറ്റത്തവണയായി അടച്ചു തീർക്കാൻ KSFE ജില്ലയിൽ 13-ന് അദാലത്ത് നടത്തും. ഓഗസ്റ്റ് 30-നകം ഒറ്റത്തവണയായി പണം അടച്ചു തീർത്ത് ബാധ്യത ഒഴിവാക്കാൻ KSFE കണ്ണൂർ റവന്യൂ റിക്കവറി ഓഫീസുമായി ബന്ധപ്പെടണം. 9447978009 9446007917. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ M.Tech കോഴ്സ് തുടങ്ങുന്നു. 18 സീറ്റുണ്ട്. 9447847432 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിലുള്ള 11 ITഐകളിലെ 12 ട്രേഡുകളിൽ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ തൊഴിലാളികളുടെ മക്കൾക്കായി സംവരണം ചെയ്തിട്ടുള്ള 240 സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഫയർ ആൻഡ് സേഫ്റ്റി കെൽട്രോണിന്റെ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. ഫോൺ നമ്പർ 6282293231 7561866186. സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5445, പവന് 43560, വെള്ളി 77 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദുരിതമനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങ്. കോർപ്പറേഷൻ ധനസഹായ വിതരണം നടന്നു. വിതരണം ചെയ്തത് 5,49,500 രൂപയുടെ സഹായധനം. കരുതലും കൈത്താങ്ങുമായി സർക്കാർ. ലഭിച്ചത് 5143 പരാതികൾ. മുഴുവൻ പരാതികളിൽ മേലും ഓഗസ്റ്റ് 15-നകം തീരുമാനമെന്ന് മന്ത്രി രാധാകൃഷ്ണൻ. ഏക സിവിൽ കോഡ്. RSS വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടെന്ന് EP ജയരാജൻ. ആശങ്ക അകറ്റാനുള്ള ശ്രമം CPM നടത്തുമെന്നും ദേശീയ സെമിനാറിൽ ഏവർക്കും സ്വാഗതമെന്നും EP. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.